നീലാകാശം, ചുവന്ന പള്ളി, ഒരു പച്ച മനുഷ്യൻ. ഡൽഹി ജമാ മസ്ജിദിൻ്റെ കഥ പറയാം. 2 വലിയ മുനാരങ്ങൾ, 3 കുബ്ബകൾ, 3 വലിയ കവാടങ്ങൾ, വിശാലമായൊരു നടുമുറ്റത്തിന് നടുവിൽ ഉളൂ ചെയ്യാനായി സംവിധാനിച്ച ഒരു വെള്ളക്കെട്ട്. ഇത്രയുമാണ് ഡൽഹിയിലെ ജാമിയ മസ്ജിദ്. 1656 അന്നത്തെ മുഗൾ ചക്രവർത്തി ഷാജഹാനാണ് മനോഹരമായ ഈ മസ്ജിദിൻ്റെ നിർമ്മാണം നിർവഹിച്ചത്. ഷാജഹാനാബാദ് അഥവാ ഇന്നത്തെ ഓൾഡ് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ചെങ്കോട്ടയ്ക്ക് നേരെ എതിർവശമാണ് റെഡ് സാൻഡ്സ്റ്റോണിൽ തീർത്ത ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. 368 വർഷങ്ങൾ പഴക്കമുള്ള പ്രൗഢമായ ഈ നിർമ്മിതി കാണാൻ അനേകായിരങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. ജമാ മസ്ജിദിലെ ഇമാമുമാർ ഷാഹി ഇമാം അഥവാ ദി റോയൽ ഇമാം എന്നറിയപ്പെടുന്നു. ആദ്യത്തെ ഇമാം അബ്ദുൽ ഗഫൂർ ഷാ ബുഖാരിയെ നിയമിച്ചത് ഷാജഹാൻ ചക്രവർത്തിയാണ്. അബ്ദുൽ ഗഫൂർ ഷാ ബുഖാരിയുടെ കുടുംബ പരമ്പരയിൽ നിന്നുള്ളവരാണ് പിന്നീട് ഇന്നുവരെ ജമാ മസ്ജിദിലെ ഇമാമുമാരായത്. ഷാജഹാൻ ചക്രവർത്തിക്കു ശേഷം മുഗൾ ഭരണത്തിലേറിയ ചക്രവർത്തിമാർക്ക് കിരീടം ധരിപ്പിച്ചിരുന്നത് അക്കാലത്തെ ഷാഹി ഇമാമുമാരായിരുന്നു എന്നാണ് ചരിത്രം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണകാലമാണ്. ഒട്ടേറെ നിർമ്മിതികളാണ് അക്കാലത്ത് അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആ കഥകളുമായി പതിയെ നമുക്ക് വീണ്ടും കാണാം.